തേങ്ങയെ പറയുന്നത്? ഇതാണ് ഇത്ര ഇമ്പോർട്ടൻറ്റ് സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞത്? നോക്ക് മെറിൻ, നിനക്കിത് കുട്ടിക്കളിയാണ്. നിനക്കും എനിക്ക് നാളെ എക്സാം ഉള്ളതല്ലേ? ഇപ്പോൾ എത്ര ടൈം പോയി നോക്ക്. നമ്മുടെ ഫോണിൽ കൂടെ പറയേണ്ട കാര്യത്തിനാണ് നീ ഇത്രയും ടൈം വേസ്റ്റ് ചെയ്തത്. എൻ്റെ ദൈവമേ, ഇയാൾ അവളെ പിടിച്ചിടിക്കോ? അങ്ങോട്ട് ചെല്ലണോ? വേണ്ട, എനിക്കും കൂടെ കിട്ടും. ഇവളെന്തോ ഒന്നും പറയാതെ എന്തോ പോയി അണ്ണാനെ പോലെ നിൽക്കുന്നേ. സോറി ചേട്ടാ, ചേട്ടൻ്റെ ടൈം കളയണമെന്ന് ഞാൻ ഓർത്തില്ല. ക്ലാസ്സിൽ വെച്ച് പറയാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ. പിന്നെ ഒരാളെ ഒരു പരിപാടി വിളിക്കുമ്പോൾ നേരി കണ്ട് വിളിക്കണമെന്നാണ് മമ്മി പറഞ്ഞിട്ടുള്ളത്. പിന്നെ അന്യേച്ചിയും പറഞ്ഞു. അതാണ് ഞാൻ. സോറി. അതും കൊണ്ടുപോയി അന്ന ചേച്ചിയുടെ തലയിൽ വെച്ച് ഇവള്. അന്നയോ? ആ, എൻ്റെ കസിനല്ലേ, നല്ല വെളുത്തിട്ട് മുടിയുണ്ടായിട്ട് രണ്ട് ഉണ്ടക്കണ്ണൊക്കെ ആയിട്ട്. അതറിയാം. അന്ന പറഞ്ഞു എന്നെ വിളിക്കാൻ. ആ, പറഞ്ഞല്ലോ. ഞാൻ ചേട്ടനായിട്ട് കമ്പനിയാണല്ലോ, അപ്പം ഞാൻ ചേച്ചിൻ്റെ അടുത്ത് എല്ലാ കാര്യം പറയുവേ. അപ്പോൾ ചേട്ടന് പറ്റുവാണെങ്കിൽ വാ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അത് എപ്പോഴാ പെരുന്നാള്? പെരുന്നാൾ വരുന്ന ഞായറാഴ്ചയാ. വൈകുന്നേരം വന്നാൽ മതി, ഞാൻ വിളിക്കാം. ശരി, ഞാൻ നോക്കാം. ഉറപ്പ് പറയാനില്ല. നിനക്ക് വേറെ ഒന്നും പറയാനില്ലെങ്കിൽ ഞാൻ പോട്ടെ. ഓക്കെ, ശരി ചേട്ടാ. വേറെ ഒന്നും പറയാനില്ല. വന്നതിൽ സന്തോഷം. എടി പോത്തെ, ഇതാണോ നീ പറയാൻ വന്നത്? ഓ കേട്ട് മെറിനെ, നീ പറയാൻ വന്നതെന്ത് പറഞ്ഞതെന്ത്? ഞാൻ വിചാരിച്ച അയാൾ കയറി നിന്നെ ഇടിക്കൂന്ന്. എന്റെ ടീമേ, ഫസ്റ്റ് ടൈമാണ് ഇത്ര അടുത്ത് കാണുന്നത്. ഓ, എന്തൊരു ലുക്കാണ് ഇയാളെ കാണാൻ. അതുമല്ല, നല്ല സ്മെല്ലും നല്ല സോഫ്റ്റ് കൈ. അത് അയാൾ അടിക്കുന്ന പെർഫ്യൂമിന്റെ ആയിരിക്കും. പെർഫ്യൂമിന്റെ ആണെന്നൊന്നും അറിയത്തില്ല. നല്ല ചന്ദനത്തിന്റെ മണം അയാളെ. ഓ, ഒരു കടി കൊടുക്കാൻ തോന്നിപ്പോയി. എന്റെ ഈ കൈ ഞാൻ ഇനി ഒരിക്കലും കഴുകില്ല. ആ, നീ ആ കൈ മുറിച്ച് ഷോർട്ട് കേസിൽ എടുത്തു വെക്ക്. വാ പോകാം. ഇനി വീട്ടിൽ ചെന്നിട്ട് അമ്മച്ചിയുടെ തെറി കേൾക്കേണ്ടി വരും. മണി 12:30 പെരുന്നാളിൻ്റെ പിരിവ് ഇപ്പോഴും കുറേ വീട്ടുകാർ തരാനുണ്ട്. നമുക്കവരെ ഫോഴ്സ് ചെയ്തൊന്നും ചെയ്യണ്ട, പറ്റുവാണെങ്കിൽ തന്നാൽ മതി. സാമ്പത്തികമായിട്ട് പുറകെ നിൽക്കുന്ന കുറേ വീട്ടുകാരെ നമ്മൾ ഒഴിവാക്കിയതാണ്. പിന്നെ തരാനുള്ള ബാക്കിയുള്ള ആൾക്കാർ ബുധനാഴ്ചക്കുള്ളിൽ തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ശരി സാമുവലേ, നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ചെയ്യാം. ജോസഫിനെ കണ്ടില്ലല്ലോ. അവനൊരു ബിസിനസ് ആവശ്യത്തിനായിട്ട് ചെന്നൈ പോയേക്കണേ. നാളെ എത്തുള്ളൂന്നാ പറഞ്ഞത്. ഞാൻ ഇറങ്ങിക്കോട്ടെ അച്ചു. ശരി. അന്നമോൾ ഇപ്പോൾ കൊയറിലൊന്നും കാണുന്നില്ലല്ലോ. എന്ത് പറ്റി അവക്ക്? ഈ പെരുന്നാളിലെങ്കിലും വന്ന് നിന്നൊന്ന് പാടാൻ പറ അവളോട്. അതിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കണേ നല്ലത്. അതിന് ഓരോ സമയത്ത് ഓരോ മൂടാ. ഞാൻ എന്തായാലും അച്ഛനിങ്ങനെ പറഞ്ഞെന്നുള്ളടുത്ത് അടുത്ത് പറയാം. എന്താടോ ഇവിടെ ഒരു ചർച്ച? ആ, നമ്മുടെ ആനിത്തറയിലെ ഫിലിപ്പിൻ്റെ മോനെ ഒരു ഹിന്ദു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ആ, നന്നായി. അയാൾക്ക് കുറച്ച് കൂടുതലായിരുന്നു. അയാളുടെ മോനും എന്തൊരു ഫ്രീഡം ആയിരുന്നു. ഇങ്ങനെയൊക്കെ കാണിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇപ്പം ഫുള്ള് ന്യൂ ജനറേഷൻ അല്ലേ, അതുകൊണ്ടായിരിക്കും. ഞാനേ അന്നമോളെ പോലെ ആരോ നമ്മുടെ കൃഷ്ണക്ഷേത്രത്തിൻ്റെ അവിടെ വെച്ച് കണ്ടായിരുന്നു. മാത്യൂസേ, എൻ്റെ കൊച്ചിനെ പറ്റി അനാവശ്യം പറയാൻ നിൽക്കരുത്. ഞാനൊരു സംശയം പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് അവളെ പോലെ തോന്നി. അങ്ങനെ നിനക്ക് തോന്നുന്ന സംശയങ്ങളൊന്നും എൻ്റെ അടുത്തൊന്നും മൊഴിയാൻ നിൽക്കണ്ട. മമ്മി, ഈ മഹാഭാരതം ഫുള്ള് കൺഫ്യൂഷൻ ആണല്ലോ. ഒന്നും അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. നീ ഇത്രയും സൗണ്ടിൽ ഇതും വെച്ചിട്ടിരുന്നു. എന്നിട്ട് അപ്പം വരുമ്പോൾ കിട്ടാനുള്ളത് ഹാപ്പി ആയിട്ട് മേടിച്ചു. അതിനപ്പം മീറ്റിങ്ങിന് പോയേക്കണല്ലേ, ഇപ്പോഴൊന്നും വരത്തില്ല. മോളെ അന്നേ, നിനക്ക് എന്തോ ഒരു മാറ്റം പോലെ. നീ പള്ളി തന്നെയല്ലേ പോയത്? അതെന്താ മമ്മി അങ്ങനെ ചോദിച്ചേ? അല്ല, ഞാൻ നിന്റെ അലമാരിയിൽ നിന്റെ നൈറ്റ് ഡ്രസ്സ് വെക്കാൻ പോയപ്പോൾ നിന്റെ ഡ്രസ്സെല്ലാം അടക്കി ഒതുക്കി തന്നെയാണ് നീ വെച്ചിരിക്കുന്നത്. പിന്നെ നീ സ്കേർട്ടും ടോപ്പ് ഇട്ടുകൊണ്ട് പോയി. പിന്നെ നിന്റെ ഓവർ ആക്ടിങ്ങും കൃഷ്ണന്റെ പാട്ടുപാടലും ഇപ്പോൾ ദേ മഹാഭാരതം ഇരുന്ന് കാണുന്നു. മമ്മി, അങ്ങനെയൊന്നുമില്ല. ഞാൻ ചുമ്മാ. എൻ്റെ പൊന്നു കുഞ്ഞേ, നീ അമ്പലത്തിൽ പോയെന്ന് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. നിന്റെ തന്തപ്പടി അറിയാതിരുന്നാൽ മതി. എൻ്റെ മമ്മിയുടെ എക്സ്പ്രഷൻ കണ്ട് ഞാൻ പേടിച്ചിട്ട് ചത്തേനെ.
കൺമുമ്പിൽ നിന്ന് പോകുന്നില്ലല്ലോ. മെറിൻ പറഞ്ഞ പോലെ ഉണ്ടക്കണ്ണ് തന്നെയാ. ആഷ്, ഞാൻ എന്തിനാ ഇതൊക്കെ വിചാരിക്കുന്നേ? അത് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. നീ എന്താ കണ്ണും തുറന്നൊന്ന് സ്വപ്നം കാണുന്നോ? എന്നാ ഇത് കുടിക്ക്. ഞാൻ വേറെ എന്തോ ആലോചിച്ച് പോയതാണ്. അല്ല, അച്ഛൻ എന്താ ജ്യൂസും കൊണ്ട്? സാധാരണ ഈ സമയത്ത് അമ്മയാണല്ലോ ചെക്കിങ്ങിന് വരണ്ടേ. നിന്റെ തള്ളയാണിപ്പോൾ വന്നേച്ചെങ്കിൽ നിനക്ക് കിട്ടിയാലും നിന്റെ ഇരിപ്പ് കണ്ടിട്ട്. എന്തായി പഠിത്തം കഴിഞ്ഞോ? ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും കഴിഞ്ഞു. എന്നാലും രാവിലെ ഒന്നും കൂടെ നോക്കണം. നേരത്തെ കിടക്കണം, അല്ലെങ്കിൽ പിന്നെ ക്ലാസ്സിൽ ഇരുന്ന് ഉറക്കം തൂങ്ങും. എന്നാൽ പിന്നെ മോൻ കിടന്നോ, മതി, ഇനി രാവിലെ നോക്കാം. ഇനി ആ ഫോൺ നോക്കിയിരിക്കല്ലോ കേട്ടോ. അച്ഛൻ പോവാ, ഗുഡ് നൈറ്റ്. ഷേടാ, ഈ പെണ്ണെൻ്റെ മൈൻഡിൽ നിന്ന് പോകുന്നില്ലല്ലോ. ഉറക്കവും മഞ്ഞില്ല. ഒരു മെസ്സേജ് അയച്ചാലോ? എന്തെങ്കിലും വിചാരിക്കുമോ? ഇത്ര ലേറ്റ് ആയല്ലോ. എന്തെങ്കിലും ആട്ടെ, ഒരു ഹായ് അയക്കാം. അയ്യോ, ഇതിപ്പോ എന്താ ഒരു ഹായ് ഇങ്ങോട്ട്? ദൈവമേ, ആ വട്ട പെണ്ണെന്തെങ്കിലും ഒപ്പിച്ചോ? ഇവളെനിക്കും കൂടെ ഓരോ വള്ളി പിടിച്ചു തരും. ഹായ് അതർ, എന്തായിരുന്നു? ഏയ്, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓൺലൈൻ കണ്ടപ്പോൾ ജസ്റ്റ് മെസ്സേജ് ചെയ്തേ ഉള്ളൂ. ഓ ശരി ശരി, നാളെ അല്ല എക്സാം. എല്ലാം സെറ്റായോ? കഴിഞ്ഞു. അന്ന എന്താ ചെയ്യുന്നത്? ലൈക്ക് വിച്ച് കോഴ്സ്? ഞാൻ BA ലിറ്ററേച്ചർ സെക്കൻഡ് ഇയർ. ഓൾമോസ്റ്റ് ക്ലാസ് കഴിയാറായി. താൻ ഇനി എന്താ ആഫ്റ്റർ പ്ലാൻ? ഓ നൈസ്. ഞാൻ BCA. മോസ്റ്റ് പ്രോബബ്ലി ബാംഗ്ലൂരിലേക്കാണ് നോക്കുന്നത്. PG ചെയ്യുന്നുണ്ടോ ഇനി നീ? അമ്പോ, ഞാൻ അത് ആലോചിക്കുന്നുണ്ട്, നോക്കണം. മെറിനെ ഇന്ന് കണ്ടായിരുന്നോ? ഓ, കണ്ട് അവളുടെ ഓരോരോ കുട്ടിക്കളി. ഗുഡ് നൈറ്റ് എന്നാൽ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. മാങ്ങാത്തൊലി. ഇന്ന് നടന്ന കാര്യം എങ്ങനെയൊന്ന് അന്വേഷിച്ചിട്ട് അറിയിക്കും. പൊന്നു, മമ്മി കാത്തിരിക്കുകയായിരുന്നു ഞാൻ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിൽ വരാൻ ഫോൺ മേടിച്ചെത്താൻ വേണ്ടി. എന്ത് ചെയ്യും ഞാൻ? ഇന്ന് ചായ മെഡിസിൻ. എന്താ മുഖം വല്ലാതിരിക്കുന്നേ? അതിൽസേ, ഇന്ന് പള്ളി വെച്ച് മാത്യു പറഞ്ഞു അന്നമോളെ പോലെ ആരോ ആ അമ്പലത്തിൻ്റെ അവിടെ വെച്ച് കണ്ടായിരുന്നെന്ന്. പിന്നെ ആ ഫിലിപ്പിൻ്റെ മോനില്ലേ, ആ ചെക്കനാണ് ഒരു ഹിന്ദു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നു. എനിക്കാണെങ്കിൽ ഇതെല്ലാം കൂടെ ഓർത്തപ്പോൾ എന്തോ മനസ്സിനൊരു സുഖമില്ല. ആ കൊള്ളാം, എന്റെ പൊന്നിച്ചായ. നിങ്ങൾ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യം ഓർത്തിട്ട് BP കൂട്ടുന്നത്? അന്നമോളെ പോലെ ആരോ കണ്ടെന്നല്ലേ പറഞ്ഞ? അവളാണെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. പിന്നെ അവൾ തന്നെയല്ലേ ഇന്ന് രാവിലെ ചോദിച്ചത് നിങ്ങളോട് വള്ളി വരുന്നുണ്ടോന്ന്? നിങ്ങൾ പോകാഞ്ഞിട്ടല്ലേ? കള്ളത്തിൽ എന്തെങ്കിലും കാണിക്കുവാണെങ്കിൽ അവ ചോദിക്കേണ്ട കാര്യമുണ്ടോ? നീ പറയണതൊക്കെ ശരിയാണ്. എൻ്റെ കൊച്ചു ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ പെട്ടെന്ന് എല്ലാം കൂടെ കേട്ടപ്പോൾ എന്തോ പോലെ എത്രേ ഉള്ളൂ. വാ കിടക്കാം, നീ ലൈറ്റ് ഓഫ് ചെയ്യും. എൻ്റെ പൊന്നു ദൈവമേ, എന്നെ രക്ഷിക്കണേ. എല്ലാം ഓർമ്മിപ്പിച്ച് തന്നെ കൂടെ ഉണ്ടാവണേ. മൂഞ്ചിക്കരുതേ. നല്ലപോലെ എഴുതണേ കണ്ണ, പ്രാർത്ഥിച്ചിട്ടിരിക്കണേ. ഓൾ ദി ബെസ്റ്റ്. നീ ഇന്നലെ രാത്രി വല്ല കക്കാനും പോയോ? നിന്റെ മുഖം എന്ത് ഉറക്കം തൂങ്ങിയ പോലെ ഇരിക്കുന്നേ? അതൊന്നുമില്ല, ഞാൻ പോട്ടെ. അയ്യോ, ID കാർഡ്. ഓ, എൻ്റെ ബാഗ്. എടി കഴിച്ചിട്ട് പോ. പെണ്ണ് ഇത്രയും താമസിച്ചിറങ്ങണോണ്ടല്ലേ തിന്നാൻ പോലും സമയം കിട്ടാത്തത്. ഞാൻ ക്യാൻറ്റീന്ന് കഴിച്ചോളാം മമ്മി, ബസ് പോകും. ബൈ. ഗുഡ് മോർണിംഗ്. എടി, നമ്മൾ സെയിം ക്ലാസ്സിലാണ്. ബ്യൂട്ടിഫുൾ. ഇങ്ങോട്ട് നടക്കുന്ന ഇടയിലേ പഠിച്ചതൊക്കെ മറന്നുപോയാന്നൊരു ഡൗട്ട്. ആ, ഫസ്റ്റ്. പിന്നെണ്ടല്ലോ, നമ്മുടെ കൂടെ +2 പിള്ളേരിരിക്കുന്നത് അറിഞ്ഞത്. ദൈവമേ, അയാൾ എൻ്റെ അടുത്ത് തന്നെ ആയിരിക്കണേ. ഒരു പാക്കറ്റ് അല്ല, 2 മെഴുകുതിരി ഞാൻ കത്തിച്ചോളാം. പ്ലീസ് 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 ദൈവമേ. നീ എൻ്റെ അടുത്ത് തന്നെയാണല്ലോ. മോനെ, മനസ്സിൽ ലഡ്ഡു പൊട്ടി. അതെ അതെ, വാട്ട് എ കോയിൻസിഡൻസ്. നന്ദി എൻ്റെ കർത്താവേ. ഇന്നെന്താ എക്സാം? എനിക്കിന്ന് കെമിസ്ട്രിയാ. നിനക്കോ? എനിക്ക് ഇംഗ്ലീഷാ. ദൈവമേ, ഞങ്ങൾ തമ്മിൽ നല്ല കെമിസ്ട്രി ഉണ്ടാക്കണം ഈ എക്സാം കഴിയുമ്പോൾ.
take you to your fantasy. എങ്ങനെ ഉണ്ടായിരുന്നു? നീ കുറെ നേരം എന്നെ നോക്കി ഇരിക്കുവായിരുന്നല്ലോ. ആ അത് അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു എന്ത് സ്പീഡിലാ ചേട്ടൻ എഴുതുന്നതെന്ന്. മോനെ, എന്തൊരു ടഫ് എക്സാം ആയിരുന്നു. ജസ്റ്റ് പാസ്സായാൽ മതിയായിരുന്നു. ഇതാരാടാ? പിന്നെ ഭയങ്കര ടഫായിരുന്നു. മര്യാദക്ക് പഠിക്കണമായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ തോന്നുന്നത്. ഇത് മെറിൻ. എൻ്റെ അതർവേ, നിന്നെ ഞാൻ സമ്മതിച്ചു. ഇതിൻ്റെ ഇടയിൽ കൂടെ നീ ഇതും സെറ്റാക്കിയ. നമ്മളോടൊന്നും പറയൂലല്ലോ ഇപ്പൊ. ഇവൻ. ബൈ മെറിൻ, നടക്കങ്ങോട്ട്. നോയൽ അവിടെ കാത്തിക്കുന്നുണ്ടാവും. എന്താടി അവൻ പറഞ്ഞത്? പിന്നെ എനിക്ക് തോന്നണേ അയാൾക്ക് എന്നെ ഇഷ്ടമാണെന്ന്. അയാളുടെ ഫ്രണ്ട് ഇപ്പോൾ വന്നിട്ടേ സെറ്റായ കാര്യമൊന്നും നമ്മളോടൊന്നും പറയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴേ അയാൾക്ക് പറഞ്ഞൂടെ ഞാൻ ഫ്രണ്ടാണെന്ന്? അയാളൊന്നും പറഞ്ഞില്ല. ആണോ? ചിലപ്പോൾ നിന്നെ ഇഷ്ടമായിരിക്കൂടി. എക്സാംസ് ഒക്കെ കഴിയുമ്പോൾ പ്രപ്പോസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ചിലവ് തന്നെ കേട്ടോ. ഒടുക്കത്തെ തിരക്ക്. ഇവരെ വീട്ടിൽ നിന്നും തിന്നാൻ കൊടുക്കുന്നില്ലേ? എടീ, നിനക്ക് ബിരിയാണിയാണോ ഊണാണോ വേണ്ടത്? അല്ലേ അല്ലേ? എന്താണ്? എന്റെ ചെവി പൊട്ടിപ്പോയി. പിന്നെ അല്ലാണ്ട് എത്ര നേരം കൊണ്ടാ വിളിക്കുന്നത്? നീ ഇത് ഏത് ലോകത്താണ്? എടീ, നിനക്ക് ബിരിയാണിയാണോ ഊണാണോന്ന്? എനിക്ക് ഊണ് മതി. ഇവരിങ്ങനെ ഫുഡിന് കാശ് കൂട്ടാൻ തുടങ്ങി ഇതിനു വേണ്ടി ലോൺ എടുക്കേണ്ടി വരും. നീ എന്തോ ഈ ആലോചിച്ച് കൂട്ടുന്നേ? എന്നോട് കൂടെ പറ, അപ്പൊ എനിക്കും ആലോചിക്കാമല്ലോ. പീക്കു ഇന്നലെ രാത്രി എനിക്ക് അഥർവ മെസ്സേജ് ചെയ്തായിരുന്നു. അടങ്ങ് ഞാൻ പറയട്ടെ. ഇന്നലെ ഞാൻ അവനോടെ മെറിനെ കണ്ട കാര്യം ചോദിച്ചു. അപ്പോൾ അവൻ കണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അവളുടെ ഓരോരോ കുട്ടിക്കളികളെന്ന്. അപ്പോൾ അവൾ അവനോട് പറഞ്ഞില്ലേ? അവൻ എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത്? ഒന്നെങ്കിൽ അവള് പറഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവള് പറഞ്ഞത് അവന് കത്തിയിട്ടുണ്ടാവില്ല. നീ ചോദിച്ചില്ലേ? അയ്യേ, അവരെന്താ സംസാരിച്ചെന്ന് ഞാൻ എങ്ങനെ ചോദിക്കാനാ? നിന്നോട് മെറിനൊന്നും പറഞ്ഞില്ലേ? അവള് ഫുൾ അപ്ഡേറ്റ്സ് നിനക്ക് തരാറുണ്ടല്ലോ. അവളൊന്നും പറഞ്ഞില്ല. അവളുടെ ഫോൺ സ്റ്റെഫി ആൻറ്റി മേടിച്ചു വെച്ചേക്കും എക്സാം ആയതുകൊണ്ട്. മേ ബി അതായിരിക്കും. മമ്മി വിളിക്കുന്നുണ്ടല്ലോ, ഒരു മിനിറ്റ്. ഹലോ മമ്മി. അന്നെ വെല്ലിയമ്മച്ചിക്ക് വയ്യെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. നീ വരുമോ? നമുക്ക് അങ്ങോട്ട് പോകണം. 2-3 ദിവസത്തെ ലീവ് പറഞ്ഞിട്ട് വാട്ടോ. മമ്മി, എനിക്ക് ഈ ആഴ്ച സെമിനാർ ഉള്ളതാ. എൻ്റെ ഗ്രേഡ് പോകും. നീ പിന്നെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാനോ? മെറിനാണെങ്കിൽ എക്സാം ആണല്ലോ. ഒരു കാര്യം ചെയ്, നീ പീക്കുവിൻ്റെ കൂടെ അവളുടെ വീട്ടിൽ പോയി നിൽക്ക്. ഞാൻ ആൻസിനെ വിളിച്ച് പറഞ്ഞേക്കാം. ശരി, അങ്ങനെ ചെയ്യാം. അല്ല മമ്മി, അപ്പൻ സമ്മതിക്കുമോ? അപ്പനോടൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങും. നീ വന്നിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോയിക്കോട്ടോ. വെല്ലിമിച്ചിക്ക് വയ്യെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നെന്ന്. അപ്പനും അമ്മയും കൂടി അങ്ങോട്ട് പോവുക. മഴയൊക്കെ അല്ലേ, അതിൻ്റെയൊക്കെ ആയിരിക്കും. പിന്നെ അമ്മച്ചി ആ നാട്ടുപുറത്തൊന്നും ഇങ്ങോട്ട് വരത്തില്ലല്ലോ. അല്ല, അപ്പൊ നീയും പോവുകയാണോ? ഞാൻ എങ്ങനെ പോവാനാണ്? പോയിട്ട് വരാൻ വേണ്ടി പറ്റണ അവസ്ഥയെങ്കിൽ പോവായിരുന്നു. ഇത് 2-3 ദിവസം കൊടുക്കൂല ഇനി തിരിച്ചു വരാൻ വേണ്ടി. അതുമല്ല സെമിനാർ വരെയല്ലേ. നിന്റെ കൂടെ നിൽക്കാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് പൊളിക്കാം. സെമിനാറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർത്തത്. എന്റെ അസൈൻമെന്റ് ആണ് ലാസ്റ്റ് അപ്രൂവ് ചെയ്ത്. അമ്പടി. അപ്പൊ ഈ ഫുഡിന്റെ പൈസ നീ കൊടുക്കും. മൂഞ്ചി. എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം അല്ലെങ്കിൽ കൊള്ളില്ല, അത് മതി ആൻസർ. അല്ലാണ്ട് കുഴപ്പമില്ല എന്നുള്ള റിപ്ലൈ എനിക്ക് വേണ്ട. കൊള്ളാം. നീ എന്താ താമസിച്ചത്? എക്സാം കഴിഞ്ഞിട്ട് കുറച്ചു നേരം ആയിട്ടുണ്ടാവുമല്ലോ. വൈദേഹീനെ കണ്ടായിരുന്നു വഴി വെച്ച്. പിന്നെ അവളായിട്ട് പപ്സും ചായയും കുടിക്കാൻ വേണ്ടി പോയി. ഓ, എന്നാ പോയി ഫ്രഷ് ആകു. ഫുഡ് കഴിച്ചിട്ടിരുന്ന് പഠിച്ചോ. എൻ്റെ ലക്ഷ്മി, നിനക്ക് ഈ ഒരു ഡയലോഗ് മാത്രമേ ഉള്ളൂ ഫുൾ ടൈം. എടാ മോനെ, നിനക്കിനി എന്താ എക്സാം? എപ്പോഴാണ്? എനിക്കിനി മറ്റന്നാളാണ് എക്സാം. ഇംഗ്ലീഷാണ്. അപ്പം നീ റെസ്റ്റ് എടുക്ക്. ഇന്നൊന്നും പഠിക്കാൻ നിൽക്കണ്ട, നാളെ പഠിച്ചാൽ മതി. എന്റെ അനന്തേട്ടാ, നിങ്ങൾക്ക് എന്താ? ചെക്കൻ +2-ലാണ്. ഒന്ന് നിർത്ത് ലക്ഷ്മി. 12ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്, MBBS-നൊന്നും അല്ലല്ലോ. എൻ്റെ പൊന്നെ, ആ ചെക്കന് മൈൻഡിന് കുറച്ച് റിലാക്സേഷൻ കൊടുക്ക്. ആരോട് പറയാനാണ്? ഞാൻ പോണു, എനിക്ക് വേറെ പണിയുണ്ട്. അച്ഛനും കണക്കാണ്, മോനും കണക്കാണ്. എന്തെങ്കിലും കാണിക്കട്ടെ, എനിക്കെന്താ. മെറിൻ ജോസഫേ, ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോ കണ്ടില്ലല്ലോ. മെറിൻ, എന്തുവാ അപ്പേ വിളിക്കുന്നത്? കുറച്ച് ഓവറാവുന്നുണ്ടേ നീ. എൻ്റെ ഇത് മേടിക്കും. സ്റ്റെഫി വിട്, വെറുതെ അടിയുണ്ടാക്കല്ലേ. അവള് തമാശക്ക് വിളിച്ചതല്ലേ. നീ വന്നപ്പോൾ ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി പോയിച്ചു. വാസ് യുവർ എക്സാം? ഓക്കെ മീൻസ് കുഴപ്പമില്ലായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി അവര് മാർക്ക് ഇടുന്നത് പോലെ ഇരിക്കും. എന്തെങ്കിലും പേപ്പറിലുണ്ടെങ്കിൽ അവർക്ക് മാർക്ക് ഇടാൻ പറ്റുള്ളൂ. അത് ഓർത്താ നന്ന്.
ഓ ഈ മമ്മി നെഗറ്റീവോട് തന്നെ. പപ്പ കുറച്ചു നേരം ആ ഫോൺ തരാൻ പറയോ? നീ പ്രോമിസ് ചെയ്തതാണ് എക്സാംസ് കഴിയുന്നവരെ ഫോൺ നോക്കില്ലെന്ന്. യു വാണ്ട് ബ്രേക്ക് ഇറ്റ്? ഏത് സമയത്താണാവോ ഇങ്ങനത്തെ ഓരോരോ പ്രോമിസ് ഉണ്ടാക്കാൻ തോന്നിയത് എനിക്ക്. ഷിറ്റ്. പെട്ടല്ലോ ഈശോയെ, നമ്മളിനി എങ്ങനെ നിന്റെ വീട്ടിലേക്ക് പോകും? ഉഫ്, ഒടുക്കത്തെ ഇടിവെട്ടും മഴയും കുറയുന്നില്ല. മറന്നുപോയോ? KSRTCയോ? നീ എന്തോ ഒരു ബന്ധമില്ലാത്ത കാര്യം പറയുന്നേ. ഓ നിന്റെ നാക്ക്, നിന്റെ പൊന്നോ. നമ്മളിവിടെ എങ്ങനെ ഒറ്റക്ക് നിൽക്കും? മമ്മി എങ്ങനെ ആൻസി ആന്റിനെ വിളിച്ച് ചോദിച്ചാലോ? നമ്മളോട് ഒറ്റക്കല്ലല്ലോ, ഇരട്ടക്കല്ലേ നിൽക്കുന്നത്. നീ ഇവിടെ നിൽക്കും, ഞാൻ മമ്മനെ വിളിച്ചെല്ലാം സെറ്റാക്കാം. നോ വറീസ്. നമ്മുടെ വയറുകൾക്ക് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതെ, ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ വരും. ഇവിടെ ഒന്നുമില്ല തിന്നാൻ. എന്നെ കൊണ്ടൊന്നും വയ്യ. ഓർഡർ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ ആയതുകൊണ്ട് ഇങ്ങോട്ടൊന്നും ഡെലിവറിയും കാണിക്കുന്നില്ല. നമുക്ക് പുറത്തു പോയി കഴിച്ചാലോ? ഒന്ന് പോയേ നീ. എങ്ങനെ പോകാനാണ്, അതും ഈ 9 മണിക്ക്? അതെന്താ 9 മണിക്ക് നിനക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റൂലേ? എടി ഞാൻ അർജുനെ വിളിച്ചിട്ട് കാറായിട്ട് വരാൻ പറയാം. അപ്പൊ കുഴപ്പമില്ലല്ലോ. വേണ്ട വേണ്ട വേണ്ട, അതൊന്നും ശരിയാവില്ല. ആരെങ്കിലും കാണും. പോയി എന്റെ അന്നെ, ആൾക്കാർ നിന്നെ നോക്കി നിപ്പാണല്ലോ ഫുൾ ടൈം. നീ പോയി റെഡിയാവും, ഞാനെ വിളിക്കട്ടെ. പീക്കു എടി. ശ്ശോ, എന്റെ കൃഷ്ണ, ഇവളെനിക്ക് പണി മേടിച്ചു തരും. ഏയ് തിരക്കൊന്നുമില്ല. ശരി, ഞാൻ വരാം. എങ്ങോട്ടാ കണ്ണ ഈ മഴയത്ത്? ഞാൻ ആ ജംഗ്ഷൻ വരെ പോയിട്ട് പെട്ടെന്ന് തന്നെ വരാം. പോകണ്ടെന്ന് പറഞ്ഞാലും പോകുമല്ലോ. എന്തെങ്കിലും കാണിക്ക്. അന്നെ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നേ? ആരും കണ്ടില്ലല്ലോ. ഞാനിങ്ങനെയൊന്നും ഈ സമയത്തൊന്നും പുറത്തങ്ങനെ പോവാറില്ല. ഫസ്റ്റ് ടൈമാണ്, അതാ ഒരു ടെൻഷൻ. അത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് നിനക്ക് ഇത്ര പേടി വരുന്നത്. ശീലമായിക്കുമ്പോ കുഴപ്പമില്ല. ഇവിടെ എന്താ നിർത്തിയത്? ഞാൻ പറയണോ അല്ലെങ്കിൽ നീ പറയോ? ഞാൻ പറയാം. എടി നിനക്കൊരു കൂട്ട് വേണ്ടേ? അപ്പൊ ഞാൻ വേറൊരാളെ സെറ്റാക്കി. അല്ലെങ്കിൽ ഞങ്ങൾ ചൊല്ലുമ്പോ നീ പോസ്റ്റ് ആകൂലേ? അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്തോന്ന് സെറ്റാക്കിന്നാ? എന്ത്? ആരെ? ആരെന്നൊക്കെ ചോദിച്ചാ ദേ വരുന്നു. ഹായ് ഗായ്സ്. അതൊക്കെ ഓക്കെ പറയുന്നു ഞാൻ വിചാരിച്ചില്ല. അന്നൊക്കെ സന്തോഷായില്ലേ? അല്ലേ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് പട്ടി. പീക്കു, അപ്പം വിളിക്കുന്നു. എനിക്ക് പേടിയാവുന്നു. ഹലോ അപ്പാ. ഹലോ മോനെ, ഫുഡ് കഴിച്ചോ? കിടന്നോ? ഞങ്ങളെ എത്തുന്നേ ഉള്ളൂ, അത് പറയാൻ വേണ്ടി വിളിച്ചതാ കൊച്ചിനെ. അപ്പാ, ഫുഡൊക്കെ കഴിച്ചു, ദേ കിടക്കാൻ പോവാ. ശരി എന്നാ മോനെ, കിടന്നോ നീ. ഞങ്ങൾ എത്തിക്കഴിയുമ്പോൾ ഒരു മെസ്സേജ് ഇട്ടേക്കാം. അപ്പൻ ഫുഡൊക്കെ കഴിച്ചെന്ന് വെക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഓ, എന്റെ ജീവൻ പോയി. എൻ്റെ അന്ന, എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കണത്? ഇത് നിന്റെ കൈ വറക്കുന്ന നോക്ക്.
ഒരു സുഖമില്ലല്ലോ. നൈസായിട്ട് മമ്മിയുടെ ഫോൺ എടുത്തിട്ട് അയാളുടെ അക്കൗണ്ട് ഒന്ന് ഒളിഞ്ഞു നോക്കിയാലോ? ആ, ചെയ്യാം. ഇതെന്താ കഫേയോ? ചേച്ചിയും സെയിം കഫേയുടെ തന്നെ ഇട്ടിട്ടുണ്ടല്ലോ. ഇവര്